പെട്ടെന്ന് ആരോ കാറിൽ ഇടിച്ച പോലൊരു ശബ്ദം കേട്ടു. ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു പെണ്ണ് അവിടെ മയങ്ങിക്കിടക്കുന്നു. ഞാൻ അവളെ അടുത്ത് കണ്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. അങ്ങോട്ട് പോണ്ട, നമുക്ക് എന്താ നോക്കാം. വേണ്ട, നീ പേടിക്കാതെ കേക്ക്. വേണ്ടടേ സിസ്റ്റർ, സിസ്റ്റർ, വേണ്ട, നിന്നെ വിട്. നിങ്ങളെന്റെ ഷംനയെ കണ്ടോ? ഞാനില്ലേ കൂടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളെന്റെ ഷംനയെ കണ്ടോ? നമ്മളിപ്പം പഠിക്കുന്ന കുട്ടിയല്ലേടി അവള്. ഷംന, ആരെയാണ് ഷംനയെ കൊണ്ടുപോകുന്നു? പേടിക്കാതെ വാ. ആരാ നീ? എന്റെ ഷംനയെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഷംന, ഈ ഭൂമിയിൽ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല ഷംന. എന്റെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ എന്റെ ആത്മാവ് എന്നും നിനക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ ആത്മാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു തവണ, ഒരേ ഒരു തവണ എന്റെ ഷംനെ എനിക്കൊന്ന് കാണിച്ചതാ. ജാസിം, ഈ ഗേറ്റ് കടന്ന് നിനക്കുള്ളിലേക്ക് പോകാൻ കഴിയില്ല. എന്താന്ന് വെച്ചാ നീ ഒരു ആത്മാവാണ്. നിന്നെ കണ്ട അന്ന് തന്നെ ഞാനത് തിരിച്ചറിഞ്ഞത്. റോഷ്, നിങ്ങളെ കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. കാരണം എനിക്ക് ഈ ഭൂമിയിൽ ഇനി കുറച്ചു നേരം കൂടിയേ ബാക്കിയുള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്യും. നിന്റെ ഷംനയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് റാമിനെയും ഫയാസിനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന്. റോഷ്, നിനക്ക് ഷംനയെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയെന്നറിയാം? അതെനിക്കറിയില്ല. ഈ ഗേറ്റിനപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ശരി ശരി, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. റോഷ്, ഹോൾഡ് മൈ ഹാൻഡ്. കണ്ണടക്കി.
ദുർഗ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇതാ ഞാൻ വരാം. റോഷ്, കണ്ണു തുറക്ക്. എന്താണ്? റിലാക്സ്. ആരായിരിക്കും അത്? കാലഭൈരവി. ആരാന്ന്? കാലഭൈരവി. ആരാന്ന് പറഞ്ഞേ? കാലഭൈരവിയോ? അവൾക്കും ഷംനയ്ക്കും തമ്മിൽ എന്ത് ബന്ധാണ് ഉള്ളത്? പയാസ്, അവളൊരു മന്ത്രവാദിനി. കന്യകമാരുടെ ആത്മാവിനെ ആവാഹിച്ചെടുക്കുന്നവളാ. അപ്പൊ ഏതാ ഷംന? ഓ, അവളുടെ ശരീരം ഇപ്പോഴും ജീവനോട് അവിടെ തന്നെയുണ്ട്. പക്ഷേ ആത്മാവാണെന്ന് ചോദിച്ചാൽ ആത്മാവാണ് താനും. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരവസ്ഥയിലാണിപ്പോൾ. എന്തുണ്ടായാലും കുഴപ്പമില്ല, നമ്മളവിടെ പോയിരിക്കും. ജസീം, നീ എന്നെ വിശ്വസിക്കുക. നിന്റെ ഷംനയായിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. വടാ പോവാം. പോവാം. വടാ. റാമേ, ഈ കാലഭൈരവി എങ്ങനെ പിടിച്ചു കെട്ടാൻ പറ്റും? അതത്ര എളുപ്പമില്ല. അവളെ കൊല്ലാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്താ, അവര് പ്രേതമാണോ? അല്ല, അവൾ ആവാഹിച്ചെടുത്ത എല്ലാ ആത്മാക്കളെയും ഒന്നാക്കി അതൊരു ഏലസിനുള്ളിൽ അടച്ചു വെച്ച് അവൾ കഴുത്തിൽ മാലയാക്കിയിട്ടിരിക്കുക. ആ മാല നശിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവും. എടാ റാം, ഇത് കണ്ടാലൊരു പ്രേതാലയം പോലെ ഉണ്ടല്ലോടാ. ആത്മാക്കളുടെ കൂടെ ജീവിച്ച ആൾക്കാരല്ലേ നമ്മള്. ഇനി നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എന്താ ഫയസ്? ഇവിടെ എന്തോ. ഷംനെ രക്ഷിക്കണം. ശരി, പോവാ. വാ പോവാ. ഇത്രയും ബോഡിയിലടിക്കുന്ന എങ്ങനെ ഷംനയുടെ ബോഡി കണ്ടുപിടിക്കും? എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആരാണ്? ഫയസ്, ആരോ വരുന്നുണ്ട്. വരാം.